കേരളത്തിലെ CPIM എങ്ങനെയാണ് സജീഷ് കോൺഗ്രസിനകത്തെ ഈ സാഹചര്യങ്ങളെ കാണുന്നത്? കേരളത്തിലെ UDF എന്ന പ്രതിപക്ഷത്തെ നയിക്കുന്നത് കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസ്സിനകത്തെ പ്രശ്നങ്ങളാണ്, നേതാക്കൾക്കിടയിലെ ഭിന്നതയാണ്. അത് വളരെ പരസ്യമായി തന്നെ ഉള്ളതാണ്. ആ പരസ്യമായ ഭിന്നത ഒരു ഘട്ടം അത് മൂർച്ഛിച്ചു എന്ന് വന്നപ്പോഴാണ് എന്നാൽ പിന്നെ ഇനി എല്ലാം ദില്ലിയിൽ തീർക്കാം എന്ന നിലയിൽ നേതാക്കളെ അവിടേക്ക് വിളിപ്പിച്ചത്. അതിന് മുന്നോടിയായി ദീപാദാസ് മുൻഷി എന്ന ചുമതലക്കാരി AICC ജനറൽ സെക്രട്ടറി റിപ്പോർട്ട് വരെ കൊടുത്തു. അപ്പോൾ ഇപ്പോൾ മുൻകാലത്തെ അപേക്ഷിച്ച് പ്രിയങ്കയും രാഹുലും ഒക്കെ കേരളത്തിലെ കോൺഗ്രസുമായും ഇവിടവുമായി കുറേ കൂടി അടുത്ത് നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകളാണ്, പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന ആളുകളാണ്, താഴെത്തട്ടിലുള്ള നേതാക്കൾ വരെ. എന്നിട്ടും വരുന്ന വിവരങ്ങളനുസരിച്ച് നോക്കിയാൽ നിലവിലെ ഭിന്നതകൾ പരിഹരിക്കാൻ കഴിയുന്ന സൃഷ്ടിപരമായ ഒരു തീരുമാനവുമില്ല എന്ന് തോന്നിപ്പോകുന്നുണ്ട്. CPIM ഏത് നിലയിലാണ് കോൺഗ്രസിനകത്തെ ഈ പ്രശ്നങ്ങളെ കാണുന്നതും വിലയിരുത്തുന്നതും? ഇപ്പോൾ കോൺഗ്രസിനകത്ത് ഉടലെടുത്തിരിക്കുന്ന പ്രശ്നങ്ങൾ ഒന്ന് കോൺഗ്രസിൻ്റെ സംഘടനാപരമായ ദൗർബല്യത്തെയാണ് കാണിക്കുന്നത്. സംഘടനാപരമായി അവർക്കുണ്ടാകുന്ന ദൗർബല്യങ്ങളും പ്രശ്നങ്ങളുമെല്ലാം വിവാദങ്ങളുണ്ടാക്കി മറികടക്കാമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. എന്നാൽ സംഘടനാപരമായ ദൗർബല്യം തുടരുന്നുവെന്ന് മാത്രമല്ല, അതിദയനീയമായ സാഹചര്യത്തിലേക്ക് അവരുടെ സംഘടന മാറുന്നു. മറ്റൊരു വശത്ത് അവരുണ്ടാക്കുന്ന വിവാദങ്ങളാണെങ്കിൽ ആ വിവാദങ്ങൾ, പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾ, ഇതെല്ലാം ജലരേഖയായി മാറുകയാണ്. ഇവിടുത്തെ ചില മാധ്യമങ്ങൾ 24 മണിക്കൂറും ഇവർക്ക് വേണ്ടി ഓവർ ടൈം വർക്ക് ചെയ്തിട്ട് പോലും രക്ഷിക്കാൻ കഴിയാത്ത രീതിയിൽ കേരളത്തിലെ പ്രതിപക്ഷം ഇപ്പോൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. വിവിധങ്ങളായ ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നല്ലോ. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ശശി തരൂരിൻ്റെ കേരളത്തിൻ്റെ വ്യാവസായിക വികസനത്തെക്കുറിച്ചും അതിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്ത് എത്തിയതിനെക്കുറിച്ചും, സ്റ്റാർട്ടപ്പിൻ്റെ കാര്യത്തിൽ പുതിയ തലമുറയുടെ വ്യവസായങ്ങളുടെയും സംരംഭത്തിൻ്റെയും കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഇക്കോസിസ്റ്റമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ചും എല്ലാം രേഖകൾ വെച്ച്, കണക്കുകൾ വെച്ച് അദ്ദേഹം പറഞ്ഞതിനെ ഖണ്ഡിക്കാൻ കോൺഗ്രസിൻ്റെ ആളുകൾക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം അതിപ്പോഴും തിരുത്താൻ വേണ്ടി തയ്യാറായിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണല്ലോ. ഇത് നിലനിൽക്കുമ്പോൾ തന്നെയാണ് മുൻ KPCC പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ തുടർ ഭരണത്തിനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം കേരളത്തിലെ ഗവൺമെൻറ് ജനപക്ഷത്ത് നിന്നാണ് പ്രവർത്തിക്കുന്നത് എന്ന് സ്വയം സമ്മതിക്കുന്ന സാഹചര്യത്തിലേക്ക് അവർ മാറിയെന്നുള്ളതാണ്. ഇത് തന്നെ ശ്രീ മണിശങ്കർ അയ്യരും ആവർത്തിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇവർ ഒരു വശത്ത് പോസിറ്റീവ് പ്രതിപക്ഷമാണ് എന്ന് പറയുമ്പോൾ ഇവർ നെഗറ്റീവായി മാത്രമാണ് കേരളത്തിൻ്റെ പൊതു അന്തരീക്ഷത്തിൽ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ പൊതുവായ പ്രശ്നത്തിനകത്ത് പോലും ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി ഇവർ തയ്യാറാകുന്നില്ല. അതിൻ്റെ ഒരു ഒറ്റ ഉദാഹരണമാണ് ഇപ്പോൾ ആഴൽക്കടൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രശ്നം. കേരളത്തിലെ സർക്കാർ ഈ ഒരു വിഷയം ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിനോട് വിയോജിപ്പ് അറിയിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ജനുവരിയിൽ ചേർന്ന അതിൻ്റെ മീറ്റിങ്ങിൽ വെച്ച് ശക്തമായി കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ പങ്കെടുത്തുകൊണ്ട് ശക്തമായ വിയോജിപ്പും എതിർപ്പും പ്രകടിപ്പിക്കുകയുണ്ടായി. 2025 നവംബർ 19 ഒഡീഷയിൽ വെച്ച് നടന്ന 64ാമത് സെൻട്രൽ ജിയോളജിക്കൽ പ്രോഗ്രാമിംഗ് ബോർഡിൻ്റെ യോഗത്തിലും ശക്തമായ വിയോജിപ്പും കേരളത്തിൻ്റെ എതിർപ്പും എല്ലാം പ്രകടിപ്പിക്കുകയുണ്ടായി. ഇതെല്ലാമായി മുന്നോട്ട് പോകുമ്പോൾ ഇത്തരമൊരു വിഷയത്തിൽ ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല. ഒരുമിച്ച് നിൽക്കാനുള്ളൊരു മനസ്സ് ചിലപ്പോൾ കോൺഗ്രസിനകത്തുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പോലും നേതൃത്വം കൊടുക്കുന്ന ശ്രീ VD സതീശനോ അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാക്കന്മാർക്കോ ശ്രീ രമേശ് ചെന്നിത്തലക്കോ മറ്റാർക്കും കഴിയുന്നില്ല. കാരണം കേരളം എന്ന ഒരു വിഷയം പോലും അവരുടെ മുന്നിലേക്ക് വരുന്നില്ല. അവരുടെ മുന്നിൽ അധികാരം എന്ന ഒരു സ്വപ്നം മാത്രമേ നിലനിൽക്കുന്നുവെന്ന് കാണാൻ വേണ്ടി കഴിയും. പല രീതിയിലാണ് പല വിവാദങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. അതിനെന്തും ചെയ്യും എന്നതിൻ്റെ ഒരു തെളിവായിരുന്നു നമുക്ക് ഓർമ്മയുണ്ട്, വാളയാറിൽ 2 പിഞ്ചു കുട്ടികൾ കൊല ചെയ്യപ്പെട്ടപ്പോൾ അവരുടെ അതുമായി ബന്ധപ്പെട്ട വിഷയം കേരളത്തിലെ സർക്കാരിനെതിരാക്കി തീർക്കാനും ചില പാർട്ടിയുടെ നേതാക്കന്മാർക്കും മന്ത്രിമാർക്കും ഒക്കെ എതിരാക്കി തീർക്കാനുള്ള പരിശ്രമമല്ലേ നടത്തിയത്. ആ പരിശ്രമത്തിൻ്റെ ഭാഗമായി എത്ര ചർച്ചകളാണ്, മാധ്യമങ്ങൾ എന്തെല്ലാമാണ് പറഞ്ഞത്. ഏറ്റവും ഒടുവിൽ എല്ലാവരും ചിലപ്പോൾ മാധ്യമങ്ങളെല്ലാം അത് കൃത്യമായി പറയാൻ വേണ്ടി തയ്യാറായില്ലല്ലോ. അവസാനം ആ കുട്ടികളുടെ അമ്മ തന്നെ CBI അന്വേഷണത്തിൽ പ്രതിയായി മാറുന്ന സാഹചര്യത്തിലേക്ക് മാറി. പക്ഷേ അവരെ പിണറായി വിജയനെതിരായി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരായി മത്സരിപ്പിക്കാനായിരുന്നല്ലോ ഇവർക്ക് തിടുക്കമുണ്ടായിരുന്നത്.
ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ എവിടെയാണ് ഓരോ വിവാദങ്ങളും ജനങ്ങളെ വൈകാരികമായി തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തുന്ന ഓരോ ശ്രമങ്ങളും എവിടെയാണ് എത്തിച്ചേരുന്നത് നമ്മൾ കാണേണ്ടതുണ്ട്. ഒന്നുകൂടി അതിൻ്റെ കൂടെ ചേർക്കേണ്ടതുണ്ട്. കേരളത്തിൻ്റെ പൊതുവായ വികസനത്തിൻ്റെ കാര്യമെടുത്താൽ ഇപ്പോൾ NH-66 അതിൻ്റെ വികസനം, കേരളത്തിൻ്റെ ദേശീയപാതയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന വികസനം കേരളത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഇവർ വിവാദമുണ്ടാക്കുമ്പോൾ ആ വിവാദത്തിൻ്റെ ഇടയിൽ ഇതൊരിക്കലും നടക്കാത്ത പദ്ധതിയാണ് എന്ന് ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞത് തന്നെ അതിനെ പിന്നെ പലരും കോൺഗ്രസ്സിലെ മുൻ MP പ്രതാപൻ ഉൾപ്പെടെ ചർച്ചകളിലും മറ്റും ഇതൊരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ കാര്യം തന്നെ ജനങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. ഇവർ ദേശീയപാത വികസനം നടത്തി ഉദ്ഘാടനം ചെയ്യാമെന്ന് സ്വപ്നം കാണണ്ട എന്ന് ശ്രീ K മുരളീധരൻ ഉൾപ്പെടെ പറഞ്ഞ കാര്യം ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. മലയോര പാതയെ അവർ എതിർത്തു, തീരദേശ ഹൈവേ എതിർത്തു, ഗെയിലിനെ എതിർത്തു, അതുപോലെ തന്നെ ലൈഫ് ഉൾപ്പെടെയുള്ള ആർദ്രം ഉൾപ്പെടെയുള്ള സമ്പൂർണ്ണ വിദ്യാഭ്യാസ യജ്ഞം ഉൾപ്പെടെയുള്ള ഹരിത കേരളം ഉൾപ്പെടെയുള്ള മിഷൻ എല്ലാം പൂട്ടെന്ന് പറഞ്ഞു MM ഹസൻ UDF-ന്റെ കൺവീനർ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയെല്ലാം തകർക്കുമെന്നാണ് ഇവർ പറഞ്ഞത്, ഒന്നിനെയും മുന്നോട്ട് നയിക്കില്ല എന്നാണ്. അപ്പോഴെല്ലാം കേരളത്തിലെ ഗവൺമെൻറ് രാജ്യത്തെ എല്ലാ സൂചികകളും വെച്ച് എന്ത് ചെയ്യാണ്, ഒന്നാം സ്ഥാനത്തേക്ക് എത്തി നിൽക്കുകയാണ്. അവർക്ക് ആ ഒന്നാം സ്ഥാനം തട്ടി മാറ്റാൻ വേണ്ടി കഴിയില്ല. വിദ്യാഭ്യാസ മേഖലയിൽ ഒന്നാം സ്ഥാനമാണ്. നമ്മൾ കാണേണ്ട ഒറ്റ കാര്യം, കേരളത്തിൻ്റെ നമ്മുടെ ആദരണീയനായ ശ്രീ MT നമ്മെ വിട്ടുപിരിഞ്ഞു പോയി. UDF-ന്റെ കാലത്താണ് MTക്ക് സമരം ചെയ്യേണ്ടി വന്നത് പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാൻ. മറ്റൊരനുഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. പൊതുവിദ്യാഭ്യാസം, നമ്മുടെ സ്കൂളുകളെല്ലാം പൊളിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഉൾപ്പെടെ സമരരംഗത്തേക്ക് വന്നത്. ആ അനുഭവത്തിൽ നിന്നാണ് ഇതിനെയെല്ലാം മുന്നോട്ട് നയിച്ചത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ഇവിടെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു കേരള പക്ഷം ഇല്ല, അതിന് പകരം കേരളത്തിൻ്റെ പ്രതിപക്ഷമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ പ്രതിപക്ഷമായി മാറുകയും അതിൽ പോലും ഒരു പോസിറ്റീവ് നിലപാട് സ്വീകരിക്കാൻ അവർ തയ്യാറാകുന്നില്ല. അതിൻ്റെ ഭാഗമായി അവർക്കിടയിലെ ചക്കളത്തി പോരാട്ടം കൂടുതൽ ശക്തിപ്പെടുകയാണ്. ഇപ്പോൾ സുധാകരനെ മാറ്റാനൊന്നും ഇവരാരും വിചാരിച്ചാൽ നടക്കില്ല. സുധാകരൻ പറഞ്ഞത് എന്താണ്, എന്നെ മാറ്റിയാൽ ഞാൻ എൻ്റെ പണി നോക്കി പോകുന്നതാണ്. ഇങ്ങനെയാണല്ലോ പറഞ്ഞത്. ആ പണി എന്താണെന്ന് അവർക്ക് ബോധ്യപ്പെട്ട് കാണും. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു തീരുമാനവും വരുന്നില്ല. തീരുമാനമെടുക്കാൻ ഇവർക്ക് ശേഷിയില്ല. തീരുമാനമെടുക്കുന്നത് പോയിട്ട് കേരളത്തിലെ KPCC പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ഒരുമിച്ചിരുന്ന് പത്രസമ്മേളനം നടത്താൻ വേണ്ടി കഴിയില്ല. ഒരുമിച്ചിരുന്നപ്പോൾ പറഞ്ഞ വാചകം ഈ ചർച്ചയിൽ പറയാൻ വേണ്ടി പറ്റാത്തതാണ്. അതാണ് ഇവർ തമ്മിലുള്ള ഐക്യം, ഇവർ തമ്മിലുള്ള മുന്നോട്ട് പോക്ക് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്ത് ഭാഷയിലാണ് പ്രതിപക്ഷ നേതാവിനെ വിശേഷിപ്പിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇവിടെ ഇവരുടെ നേതാക്കന്മാർ തന്നെ തുറന്നു സമ്മതിക്കുന്ന പോലെ കേരളത്തിലെ ഗവൺമെൻറ് ജനപക്ഷത്ത് നിൽക്കുകയാണ്, അത് മുന്നോട്ട് പോവുകയാണ്. ഇവരുടെ എല്ലാ ആക്ഷേപങ്ങളും ആരോപണങ്ങളുമെല്ലാം ജലരേഖയായി മാറുകയാണ്. മാത്രവുമല്ല, ഞങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാനും ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാനുമുള്ള അവസരമാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ഒരുക്കി തരുന്നത്. അതിനവരോട് യഥാർത്ഥത്തിൽ നന്ദി കൂടി രേഖപ്പെടുത്തേണ്ടതാണ്. അത് വളരെ വളരെ പ്രധാനപ്പെട്ടത് കൂടിയാണ്. അവസാനം ഇപ്പോൾ SK സജീഷ് പറഞ്ഞു വെച്ചത്.